ഈ അവാർഡ് ടീച്ചർക്ക് സമ്മാനിച്ചു എന്നറിഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ ടീച്ചറുടെ ഒരു ഛായാചിത്രം വരച്ചു തന്നിട്ടുണ്ട്. ആ ഛായാചിത്രം ബഹുമാനായ രാഹുൽജി ടീച്ചർക്ക് സമ്മാനിക്കുന്നു. ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ creation teacher's portrait. The portrait is given away by Rahulji to teacher. രാഹുൽജിക്കുള്ള ഉപകാര സമർപ്പണത്തിനായി ശ്രീ പഴകുളം മധുവിനെയും ശ്രീ ജമാൽ മണക്കാടിനെയും ക്ഷണിക്കും. ഇത് ശരിക്കും ചരിത്രത്തിന്റെ ആവർത്തനമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു MS സുബ്ബലക്ഷ്മിയുടെ മുമ്പിൽ പറഞ്ഞു, ഹു ആം ഐ മീർ എ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി ക്യൂൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞു. ഈ സംഗീത ചക്രവർത്തിയുടെ മുമ്പിൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു കാണിച്ച വിനയമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ പ്രബോധനായ രാഹുൽ ഗാന്ധി മലയാളത്തിന്റെ എഴുത്തമ്മയായ ലീലാവതി ടീച്ചറുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ ഉന്നതമായ സംസ്കാരവും കോൺഗ്രസിന്റെ പാരമ്പര്യവുമാണ്. രണ്ടും നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ജമാൽ മണക്കാടിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഹ്രസ്വമായ ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ബഹുമാനനായ ശ്രീ രാഹുൽജിയോടും ഈ ചടങ്ങ് നടത്തുവാൻ വേണ്ടി നമ്മൾ സമ്മതിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ലീലാവതി ടീച്ചർക്കോടും AICC ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ബഹുമാനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, സച്ചിൻ പൈലറ്റ്, ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, PT ഉമ MLA, മറ്റിവിടെ എത്തിയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരെ, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയിക്കും. Official program is over. Program is over, sir. Thank you so much, Rahulji, for coming over here to hand over the award to Dr. Lilawati. പേരുകളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ചടങ്ങ് സമാപിച്ചോ? തന്നെ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ചടങ്ങായിരുന്നു എന്ന് തന്നെ പറയാം. KPCCയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം M ലീലാവതിക്ക് സമ്മാനിക്കുവാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നത്. വീടിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന സദസ്സിൽ വെച്ച ലീലാവതി ടീച്ചർക്ക് രാഹുൽ ഗാന്ധി പുരസ്കാരം കൈമാറുകയുണ്ടായി. തുടർന്ന് നടത്തിയ ചുരുങ്ങിയ പ്രസംഗത്തിൽ ലീലാവതി ടീച്ചറിന്റെ പ്രാധാന്യത്തെ ഓർത്തെടുത്തുകൊണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ ഓർത്തെടുത്തുകൊണ്ടുള്ള ഹ്രസ്വമായ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. അതിൽ തന്നെയും ഏറ്റവും എടുത്തു പറഞ്ഞത് അവർ സ്വീകരിച്ച ലീലാവതി ടീച്ചർ തന്റെ ജീവിതത്തിലുടനീളം സ്വീകരിച്ചിരുന്ന നിലപാടുകളാണ് അവരെ ശ്രദ്ധേയയാക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കൂടാതെ ഈ 98-ാം വയസ്സിലും ലീലാവതി ടീച്ചർ തുടരുന്ന ജീവിതചര്യ മറ്റാർക്കും പിന്തുടരാൻ കഴിയാത്തതാണ് എന്നും പ്രശംസിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. മറുപടി പ്രസംഗത്തിലും വിശാലമായി തന്നെയും മനോഹരമായും ഇംഗ്ലീഷിൽ ലീലാവതി ടീച്ചർ മറുപടി പ്രസംഗം പറഞ്ഞു. അത് കേൾക്കാൻ തന്നെയും അതിമനോഹരമായിരുന്നു എന്ന് പറയാം. എടുത്തു പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് താൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. വർഷങ്ങൾക്ക് ഇപ്പുറം കൊച്ചുമകനിൽ നിന്ന് അവാർഡ് വാങ്ങുന്നു. അതൊരു അപൂർവമായ ആവർത്തനമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ലീലാവതി ടീച്ചർ. മറ്റൊരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മതേതരത്വത്തിന് വേണ്ടിയുള്ള കടപ്പാടുകളെ ഓർത്തെടുക്കുന്നു. അവരുടെ പിന്തുടർച്ച എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വീകരിക്കുന്ന നിലപാടുകളെ താൻ കാണുന്നു. രാജ്യത്തിന്റെ ഭാവി രാഹുലിന്റെയും പ്രിയങ്കയുടെയും കയ്യിലാണ്. ഒരുപക്ഷെ അത് കാണുവാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടാവുകയില്ല എങ്കിലും അതിനുവേണ്ടി അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി താൻ എന്നും പ്രാർത്ഥിക്കുമെന്നും മറുപടി പ്രസംഗത്തിൽ ലീലാവതി ടീച്ചർ പറയുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി ഈ അവാർഡ് തുകയായി ലഭിച്ച പണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി ദാനം ചെയ്യുന്നുവെന്നും ലീലാവതി ടീച്ചർ പറയുകയുണ്ടായി. കോൺഗ്രസ് പാരമ്പര്യമുള്ള സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് ലീലാവതി ടീച്ചർ. 98-ാം വയസ്സിലും സ്ഥിരമായി നമ്മുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടപെടൽ ചെയ്യുന്ന ആൾ കൂടിയാണ്. ഏതായാലും KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസ് നേതൃത്വത്തിൽ രണ്ടാമത് സാഹിത്യ പുരസ്കാരമാണ് ലീലാവതി ടീച്ചർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വീടിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ സദസ്സിൽ വെച്ചായിരുന്നു പുരസ്കാര ദാനം. വളരെ വളരെ മനോഹരമായ ഒരു ചെറു ചടങ്ങ് കൂടിയായിരുന്നു കഴിഞ്ഞത്. ധന്യ.